ഉവ്വാ, ഇന്ന് രാത്രി നിങ്ങളുടെ അന്ത്യമാണ്. നിങ്ങളെ ഇന്ന് ഞാൻ കൊല്ലും. അയ്യോ ഞങ്ങളൊന്നും ചെയ്യില്ലേ, ഞങ്ങൾ പാവണേ, ഞങ്ങളൊന്നും ചെയ്യില്ലേ. ഉവ്വാ. പോടാ, ഇതിനു മുമ്പേ നിന്നെ ഞാൻ ചവിട്ടിക്കൊല്ലുവാടാ. അയ്യോ അമ്മേ, ഇവൻ എന്നെ ഉരുട്ടിയിട്ടമ്മേ. ഓടി വാ അമ്മേ. എന്തു പറ്റി മോളെ? രാവിലെ തന്നെ തുടങ്ങും രണ്ടും കൂടെ. ഞാനല്ല അമ്മേ, അവൻ എന്നെ ചവിട്ടി താഴ്ത്തിട്ട് ഞാനിവിടെ കിടന്ന് ഉറങ്ങണേരുന്നു. എടാ ചോട്ടു, എണീറ്റടാ. സൂര്യൻ തലക്ക് മീതെ ഉദിച്ചു നിന്നാലും അവന്റെ ഒന്നും കണ്ണ് തറയില്ല. എണീക്കട ചെറുക്ക. ഇവൻ ഇന്ന് ഞാൻ തല്ലി ശരിയാക്കും. എന്റെ കൊച്ചിനെ ചവിട്ടി നിലത്തിട്ടിട്ട് അവൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങണേവൻ. എടാ പട്ടി, എണീക്കടാ. എന്താ അമ്മേ, എന്തു പറ്റി? എന്ത് പറ്റീനാ? എന്നെ തള്ളി നിലത്തിട്ട് എന്റെ തലയും പൊളിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്ത് പറ്റീന്ന് അറിയില്ലേടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. എന്താ, ഞാൻ നിന്നെ ചവിട്ടി നിലത്തിട്ടെന്നാ? ഒന്ന് പൊയ്ക്കേടി ഒന്ന്. ഞാനേ ഇന്നലെ നമ്മുടെ അടുത്ത്, നീ അറിഞ്ഞില്ലല്ലേ, ഇന്നലെ നമ്മുടെ അടുത്ത് ഒരു പ്രേതം വന്ന് അത് നമ്മളെ പിടിച്ചോണ്ട് പോകും, നമ്മളെ കൊന്നു കളയുന്ന. അപ്പൊ ഞാൻ അതിനെ ചവിട്ടി നിലത്തിട്ടത്. പിന്നെടാ അവന്റെ ഒരു പ്രേതം. അവൻ കള്ളം പറയണേ അമ്മ. അവൻ എന്നെ ചവിട്ടി നിലത്തിട്ട് അവൻ മനഃപൂർവ്വം കള്ളം പറയണേ. അവനെ മനഃപൂർവ്വം ചവിട്ടി നിലത്തിട്ടതാ അമ്മ. രാവിലെ എണീറ്റ തുടങ്ങും രണ്ടും കൂടെ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ അതിന്റെ പേരിൽ ചറ പറ പറ എന്ന് പറഞ്ഞിങ്ങനെ തല്ലുടിച്ചോണ്ടിരുന്നാലേ എൻ്റെ മക്കൾക്ക് സമാധാനം വരില്ലല്ലേ. പോയി എണീറ്റ് വല്ല പല്ലേക്കിടി. ശരി അമ്മേ. ഇനി ഇവിടെ ഒരു അച്ഛനൊക്കെ കേട്ടേക്കരുത്, പറഞ്ഞില്ല എന്ന് വേണ്ട. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ തരാം. നീ വഴി നോക്കി നിന്നോ, എനിക്ക് നിനക്കിട്ട് പണി തരാനുള്ള ഒരു അവസരം കിട്ടും. അപ്പൊ ഞാൻ നിനക്കിട്ട് തന്നോളാം. എടി, അതിന് ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നാ? നിന്നെ അല്ല ഞാൻ ചെയ്തത്. നീ ഒന്ന് പറയണ മനസ്സിലാക്ക്. നമ്മുടെ ഇവിടെ ഒരു പ്രേതമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതിനെ കണ്ടു. അവന്റെ ഒരു പ്രേതവും കൂതോ വെറുതെ ഇരുന്ന് എന്നെ ചവിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരണ്ടാ. ചേച്ചി ഇന്നൊരു സംഭവം ഉണ്ടായി ചേച്ചി. നമ്മുടെ വീട്ടിലെ ഞാനേ ഒരു പ്രേതത്തിനെ കണ്ടു ചേച്ചി. ഞാൻ ആരോടും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണില്ല ചേച്ചി ഞാൻ പറയണത്. ഓ പിന്നെടാ, നീ വല്ല ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും. നീ ഇതെപ്പോഴാ കണ്ടത്? നമ്മളെല്ലാം ഉറങ്ങണ സമയത്താ ചേച്ചി ഞാനത് കണ്ടത്. ഞാൻ പ്രേതത്തിനെ ശരിക്കും ചവിട്ടിയത്, പക്ഷെ വീണത് നമ്മുടെ മിന്നുവാ. ഈ ചെറുക്കൻ ഉറക്കത്തിൽ ഓരോ സ്വപ്നമൊക്കെ കണ്ടിട്ട് ആ മിന്നുവിനെയും ചവിട്ടി നിലത്തിട്ട് എന്നിട്ട് ഇപ്പൊ എൻ്റെ അടുത്തും വന്നിട്ട് പറയാ പ്രേതം ഉണ്ട് പോലും. ഒന്ന് പൊയ്ക്കാടാ ഒന്ന്. ഇവിടെ എന്താ ഞാൻ പറയണത് ആരും വിശ്വസിക്കാത്ത? എല്ലാവരും ഞാൻ സ്വപ്നം കണ്ടതാന്ന് വിചാരിച്ചിരിക്കണേ, പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ പ്രേതത്തിനെ. ഈ ചെറുക്കന് പ്രാന്താന്ന് തോന്നണം. ഞാൻ പറയണത് എന്താ ഇവിടെ ആരും വിശ്വസിക്കാത്ത? ഞാൻ ശരിക്കും കണ്ടതാ പ്രേതത്തിനെ, ഞാൻ ശരിക്കും കണ്ടതാ. എടാ, നീ എന്നെ പറ്റി എല്ലാരടുത്തും പറയുമല്ലേ? നിങ്ങളുടെയൊക്കെ നാശം കണ്ടിട്ടേ ഞാൻ പോകൂ. നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം ഞാൻ. അയ്യോ, അതാരാ പുറയില്? അയ്യോ, വീണ്ടും പ്രേതോ? അയ്യോ അമ്മേ, രക്ഷിക്കണേ, ദേ ഇവിടെ പ്രേതം അമ്മേ. ഞാൻ പറയണ എന്താരും വിശ്വസിക്കാത്തത്? എന്താ മോനെ, എന്തു പറ്റി? എന്താ മോൻ കരഞ്ഞത്? അമ്മ, ഞാനിവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണില്ലല്ല. ഞാനിപ്പൊ പ്രേതത്തിനെ കണ്ടമ്മേ. പിന്നെ പ്രേതം പോലും ഉറക്കത്തിലേ കിടന്നുറങ്ങുമ്പോ വല്ല കുരിശരച്ചൊക്കെ കിടന്നുറങ്ങണം. അല്ലാതെ ഈ ചെകുത്താനും പണ്ടാരത്തിനെയൊക്കെ വിചാരിച്ച് കിടന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ. എല്ലമ്മേ, സത്യമായിട്ട് ഞാൻ കണ്ടതാ അമ്മേ. വാ എൻ്റെ കൂടെ വാ, പേടിയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് കിടന്നു എന്ന്. ശരി അമ്മേ.